ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് നമ്മുടെ വിഷയം അൽഹംദുലില്ലാഹ് എന്നതാണ്. സൂറത്തുൽ ഫാത്തിഹയിലെ 2-ാമത്തെ ആയത്തിലെ അൽഹംദുലില്ലാഹ് എന്ന ആ പ്രാർത്ഥനയെ സംബന്ധിച്ചാണ് ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം ഇതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഹംദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തുതി എന്നാണ് അർത്ഥം. അതിന്റെ ക്രിയാരൂപം ഹമീദ, സ്തുതിച്ചു, യഹ്മദു, സ്തുതിക്കും, സ്തുതിക്കുന്നു. ഹമീദ യഹ്മദു ഹംദൻ. ഹംദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തുതി. ഹംദിന്റെ മുമ്പിൽ അൽ എന്ന് പറയുന്ന ഒരു കലിമത്ത് കൂടി ചേർത്താൽ അൽഹംദു എന്ന് വായിക്കുന്നു. അപ്പോൾ സർവസ്തുതിയും എന്ന് നമ്മൾ അർത്ഥം പറയുന്നു. സ്തുതികൾ അത്രയും എന്നർത്ഥം. ലില്ലാഹി എന്നതാണ് അടുത്തത്. ലില്ലാഹിയിലെ ലി എന്ന പദത്തിന്റെ അർത്ഥം ഖ് അല്ലെങ്കിൽ ന് എന്നാണ്. അതായത് പൂർണ്ണമായ ഒരു ആശയം നമുക്ക് ആ ഒരു പദം ഒറ്റക്കെടുത്ത് പറയുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുകയില്ലെങ്കിലും മറ്റൊരു പദത്തോടൊപ്പം ചേർത്ത് പറയുമ്പോൾ പൂർണ്ണാശയം കിട്ടുന്ന ഇത്തരം പദങ്ങൾ നമ്മൾ ബിസ്മില്ലാ പറഞ്ഞപ്പോൾ ബിയെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കലിമത്തുകളിൽ ഇതിന് പറയുന്ന പേര് ഹർഫ് എന്നാണ്. ഹർഫ് എന്നാണ് ലി എന്ന പദത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ ലി എന്ന ഹർഫും പിന്നീട് അല്ലാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മും ചേർത്തുകൊണ്ട് ലില്ലാഹി എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് എന്നാണ് അർത്ഥം പറയുക. അപ്പൊ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അർത്ഥം സർവസ്തുതിയും അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് എന്നാണ് അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഈ ആയത്ത്, അതായത് സൂറത്തുൽ ഫാത്തിഹയിലെ 2-ാമത്തെ ആയത്തിനെ നമ്മൾ മൊത്തം എടുത്തു നോക്കിയാൽ അത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്ന, റബ്ബുൽ ആലമീൻ എന്നത് അടുത്ത വിവരണത്തിൽ അതിന്റെ അർത്ഥവും വിശദീകരണവും പറയാം. ഈ ആയത്ത് സൂറത്തുൽ ഫാത്തിഹയുടെ മുഖ്യ വിഷയത്തെയാണ് അവതരിപ്പിക്കുന്നത്. മുഖ്യ വിഷയത്തെ ഞാൻ കഴിഞ്ഞ വിവരണത്തിൽ പറയുകയുണ്ടായി. സൂറത്തുൽ ഫാത്തിഹ സത്യസാക്ഷ്യത്തെ അവതരിപ്പിക്കുന്നു. അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹ പ്രതിജ്ഞയെ അവതരിപ്പിക്കുന്നു. സൂറത്തുൽ ഫാത്തിഹ പ്രാർത്ഥന അവതരിപ്പിക്കുന്നു. അപ്പോ സൂറത്തുൽ ഫാത്തിഹയിലെ ഈ 2-ാമത്തെ ആയത്ത് എന്ന് പറയുന്നത് സൂറത്തുൽ ഫാത്തിഹയുടെ മുഖ്യ വിഷയം അവതരിപ്പിക്കുന്നു. എന്താണ് ഹംദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തുതി എന്നാണ് നമ്മൾ അർത്ഥം പറഞ്ഞത്. പക്ഷേ കേവല സ്തുതിയല്ല, കേവല പ്രശംസയല്ല. നമ്മൾ സാധാരണഗതിയിൽ ഒരു ഒഴുക്കം മട്ടിൽ മനസ്സും കർമ്മവും ഒന്നും സ്പർശിക്കാതെ പോകുന്ന ഒരു പ്രശംസയോ ഒരു സ്തുതിയോ അല്ല അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൽ അൽഹംദുലില്ലാഹിലെ ഈ ഹംദിൽ, ഈ സ്തുതിയിൽ ദുആ ഉണ്ട്, അതായത് പ്രാർത്ഥനയുണ്ട്. അതുപോലെ ശുക്റുണ്ട്, അതായത് നന്ദി പ്രകാശനമുണ്ട്. അതുപോലെ തന്നെ ഔന്നത്യത്തിന്റെ അംഗീകാരമുണ്ട്. അംഗീകാരം എന്ന് പറയുന്ന ഒരു സംഗതി കൂടി ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ പ്രാർത്ഥനയും നന്ദിയും അംഗീകാരവും ഉൾപ്പെടുന്ന ഒരു വിശാലമായ അർത്ഥതലമുള്ള ഒരു പദമാണ് യഥാർത്ഥത്തിൽ ഹംദ് എന്ന് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് മുഴുവനും അള്ളാഹുവിനാണ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് സത്യസാക്ഷ്യ നിർവഹണമാണെന്നർത്ഥം. അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് ഷഹാദത്തുൽ ഹഖാണ് എന്നർത്ഥം. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? അല്ലാഹു സുബ്ഹാനഹു വ തആല അജയ്യനാണ് എന്ന് അംഗീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സകല അനുഗ്രഹങ്ങളുടെയും ഉടമസ്ഥനാണ് എന്ന് അംഗീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഔന്നത്യത്തിനുടമയാണ് എന്ന് അംഗീകരിക്കുക. അതിനാൽ പ്രാർത്ഥിക്കപ്പെടാൻ അർഹൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു മാത്രമാണെന്ന് ഉത്തരം പറയാൻ പറ്റുന്നത് പോലെ തന്നെ നന്ദി, പൂർണ്ണമായ എല്ലാ നന്ദികളുടെയും അവകാശി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ആണെന്ന് നമുക്ക് മറുപടി പറയാൻ പറ്റണം.
ഔന്നത്യത്തിന്റെ ഉടമ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് മറുപടി പറയാൻ പറ്റണം അല്ലാഹു മാത്രമാണെന്ന്. ആ മറുപടി പറഞ്ഞ് സമ്മതിച്ച് സാക്ഷ്യം വഹിക്കുക എന്നതാണ് അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അൽഹംദുലില്ലാ എന്നത് സൂറത്തുൽ ഫാത്തിഹയുടെ മുഖ്യ വിഷയം അവതരിപ്പിക്കുന്നു എന്ന് പറയുന്നത്. ഷഹാദത്തുൽ ഹഖ്, സത്യസാക്ഷ്യം, അള്ളാഹുവിനെ സാക്ഷ്യം വഹിക്കുക, ആരാണെന്ന് സാക്ഷ്യം വഹിക്കുക. അൽഹംദുലില്ലാ പ്രാർത്ഥനയാണെന്ന് പറഞ്ഞത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഏറ്റവും ശ്രേഷ്ഠ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. ഏറ്റവും ശ്രേഷ്ഠ പ്രാർത്ഥന അൽഹംദുലില്ലാ എന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. സഹോദരന്മാരെ, ഹംദ് നമ്മുടെ മനസ്സും നമ്മുടെ നാവും നമ്മുടെ കർമ്മവും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട ഒരു മേഖലയാണ്. അപ്പോൾ ഒരുമിച്ച് നമ്മുടെ മനസ്സുകൊണ്ടും നമ്മുടെ നാവ് കൊണ്ടും നമ്മുടെ കർമ്മം കൊണ്ടും ഈ നേരത്തെ പറഞ്ഞ പ്രാർത്ഥനയുടെയും നന്ദിയുടെയും അംഗീകാരത്തിന്റെയും എല്ലാം അവകാശം അള്ളാഹുവിനാണ് എന്ന് നാം അംഗീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു നിഷേധത്തെയും അൽഹംദുലില്ലാ ഉൾക്കൊള്ളുന്നു. പ്രാർത്ഥനയുടെയും നന്ദിയുടെയും ഔന്നത്യത്തിന്റെയും അവകാശം അല്ലാഹുവല്ലാത്ത ഒരു ശക്തിക്കും ഇല്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നു എന്നർത്ഥം. അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ ഒരു നിഷേധം കൂടി നമ്മൾ അവിടെ പ്രഖ്യാപിക്കുന്നുണ്ട് എന്ന് ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ പല അധ്യാപനങ്ങളും പല പ്രഖ്യാപനങ്ങളും ആദർശ പ്രഖ്യാപനങ്ങളും ആദർശവാക്യങ്ങളും ഇങ്ങനെയുള്ള ഒരു നിഷേധാർത്ഥത്തെ കൂടി ഉൾക്കൊള്ളുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ദിവ്യത്വം, അള്ളാഹുവിന്റെ ഉലൂഹിയത്ത്, അള്ളാഹുവിന്റെ റുബൂബിയത്ത് അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹു അല്ലാത്തവരുടെ ദിവ്യത്വവും അള്ളാഹു അല്ലാത്തവരുടെ ഉലൂഹിയത്തും അള്ളാഹു അല്ലാത്തവരുടെ റുബൂബിയത്തും നാം നിഷേധിക്കുക കൂടി ചെയ്യുന്നു എന്നറിയേണ്ടതുണ്ട്. സർവസ്തുതിയും അള്ളാഹുവിനാണെന്ന് പറയുമ്പോൾ അള്ളാഹു അല്ലാത്തവർക്കില്ല എന്ന് നമ്മൾ പറയുന്നു എന്നർത്ഥം. അപ്പോൾ ഒരു വിഷയം നമ്മളെ മനസ്സിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ളൊരു വിഷയം, സാധാരണഗതിയിൽ എല്ലാ മനുഷ്യരും പ്രശംസ ആഗ്രഹിക്കുന്നവരാണ്. മനുഷ്യർ തമ്മിൽ പ്രശംസിക്കാറുണ്ട്, ആദരിക്കാറുണ്ട്, അഭിനന്ദിക്കാറുണ്ട്, അംഗീകാരങ്ങൾ അംഗീകരിക്കാറുണ്ട്, അവാർഡുകൾ നൽകാറുണ്ട്. അപ്പോൾ അത് തെറ്റായി പോകുമോ? സഹോദരന്മാരെ, തെറ്റാകുന്ന സാഹചര്യവുമുണ്ട്, അനുവദനീയമാകുന്ന സാഹചര്യവുമുണ്ട്. ആദ്യം നമുക്ക് നോക്കാം അനുവദനീയമാകുന്ന ഒരു സാഹചര്യം. മനുഷ്യൻ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ അംഗീകരിക്കുകയും അതിന്റെ പേരിൽ അവരെ പ്രശംസിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അള്ളാഹുവിനെ സ്തുതിക്കുന്നതിന്റെ ഭാഗമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മനുഷ്യരെ പ്രശംസിക്കാത്തവർ അള്ളാഹുവിനെ സ്തുതിച്ചിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളാണെന്നുള്ള ബോധം ആദരിക്കുന്നവർക്കും ആദരിക്കപ്പെടുന്നവർക്കും ഉണ്ടാകണം. എന്റെ വൈജ്ഞാനികമായ യോഗ്യതയും എന്റെ വൈജ്ഞാനികമായ കഴിവുകളും എന്റെ സർഗ കഴിവുകളും എന്റെ നേതൃപാഠവും എല്ലാം തന്നെ ഇതെനിക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളാണെന്നുള്ളൊരു ബോധം ആദരിക്കപ്പെടുന്നവർക്കും ആദരിക്കുന്നവർക്കും ഉണ്ടെങ്കിൽ പ്രശംസക്ക് തെറ്റില്ല. അവിടെ ആ മനുഷ്യനെ ആദരിക്കാം, പ്രശംസിക്കാം, അംഗീകരിക്കാം, അവാർഡുകൾ നൽകാം. എന്ന് മാത്രമല്ല, അത് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് അള്ളാഹുവിനുള്ള സ്തുതിയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. നേരെ മറിച്ച് എന്റെ മിടുക്കുകൊണ്ട് കാറൂൻ പണ്ട് പറഞ്ഞതുപോലെ ഞാൻ സ്വയം ആർജിച്ച കഴിവാണ്, ഇതിന്റെ പിന്നിൽ ഒരു ശക്തിക്കും ഒരു അവകാശവുമില്ല, ഇത് എന്റെ സ്വന്തമാണെന്നുള്ള ധാരണയിൽ ഈ മിടുക്കും ഈ കഴിവുമെല്ലാം തന്നെ ഞാൻ ആർജിച്ചതാണെന്നുള്ള സ്വഭാവത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ പ്രശംസ അവിടെ തെറ്റാവുകയും ആ കർമ്മം ഇസ്ലാമിന്റെ വിശ്വാസ ദർശനങ്ങൾക്കെതിരാവുകയും അവിടെ ആ വ്യക്തി സ്വയം ദൈവമായി ചമയുകയും ചെയ്യുന്നു എന്നതിനാൽ ശിർക്കാണ് അവിടെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിനാൽ ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഗുരു ശിഷ്യന്മാർ തമ്മിൽ അവർക്ക് പരസ്പരം ആദരിക്കാനും അംഗീകരിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനന്ദിക്കാനുമുള്ള അവകാശമുണ്ട്. ഈ തരത്തിൽ മാതാവും പിതാവും മക്കളും അപ്രകാരം തന്നെ ഭരണാധികാരിയും ഭരണീയരും തമ്മിൽ ഇങ്ങനെ ആദരവിന്റെയും പ്രശംസയുടെയും ബഹുമാനത്തിന്റെയും അംഗീകാരത്തിന്റെയും ആദരവിന്റെയും എല്ലാം തന്നെ തലങ്ങളുണ്ട്. ഈ തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ അതിനെ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരന്മാരെ. അതുകൊണ്ട് ഞാൻ അവസാനമായി പറയുകയാണ്,
ബസ്മല പോലെ തന്നെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പോലെ തന്നെ സത്യവിശ്വാസിയുടെ നിത്യജീവിതത്തിൽ വേർപെടുത്താൻ പറ്റാത്ത ഒരു പ്രാർത്ഥനയാണ് അൽഹംദുലില്ലാഹ് എന്നത്. എപ്പോഴും നമുക്ക് പറയാൻ കഴിയണം. ചെറിയൊരു പ്രയാസം ഉണ്ടാകുമ്പോഴേക്കും നമ്മൾ ഒരിക്കലും തന്നെ അള്ളാഹുവിനെ പഴിക്കുന്ന, അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്കല്ല പോകേണ്ടത്. 99 അനുഗ്രഹങ്ങളും അനുഭവിക്കുകയും ഏതോ ഒരു ചെറിയൊരു പ്രശ്നം ജീവിതത്തിൽ അഭിമുഖീകരിക്കുമ്പോഴേക്കും മനസ്സ് വേദനിക്കുകയും പടച്ചവനെ നിരാകരിക്കുന്ന, പടച്ചവനെ വെറുക്കുന്ന ഒരവസ്ഥയിലേക്ക് മനസ്സ് പോവുകയും ചെയ്യുന്നുവെങ്കിൽ അത് തെറ്റാണ്. നമ്മൾ എപ്പോഴും പറയേണ്ടത് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഉറക്കമുണർന്നത് മുതൽ, ഉണരുന്നത് മുതൽ നമ്മളോട് പറയുകയല്ലേ, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. പടച്ച തമ്പുരാനെ എന്ന് പറഞ്ഞുകൊണ്ട് നിനക്കാണ് എല്ലാം സ്തുതികൾ, അത്രയും നിനക്കാണ്, മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ചവനായ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുന്നത് മുതൽ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും അൽഹംദുലില്ല പതിവാക്കുക. നമ്മുടെ പ്രാർത്ഥനയുടെ തുടക്കവും അൽഹംദുലില്ല പറഞ്ഞുകൊണ്ടായിരിക്കണം. ഹംദും സ്വലാത്തും കൊണ്ട് തുടങ്ങുന്ന പ്രാർത്ഥനകൾ, ഈ പ്രാർത്ഥനകൾ പതിവാക്കി മുന്നോട്ട് പോവുക. അൽഹംദുലില്ലാഹിയുടെ ഈ അർത്ഥത്തിലുള്ള വിശദമായ വിശദീകരണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിന്റെ അർത്ഥവും ആശയവും ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.